തൃശൂർ കയ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. അരുണിനെ പ്രതികൾ ക്രൂരമായി തല്ലിച്ചതച്ചതെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായി. ശരീരത്തിൽ 50-ലേറെ പരിക്കുണ്ട്. തലക്കേറ്റ അടിയാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ. കേസിൽ 4 പ്രതികൾ കൂടി അറസ്റ്റിലായി. സാദിഖ്, ഫായിസ്, മുജീബ്, സലീം എന്നിവരാണ് പിടിയിലായത്. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരുന്നുണ്ട്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള കാര്യത്തിൽ എന്തെല്ലാമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സൈഫുദ്ദീൻ, അതായത് 10 ലക്ഷം രൂപ, അതായത് നിലവിൽ പോലീസ് പറയുന്നത് ഇപ്പുറത്താണ്. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് ഈ 10 ലക്ഷം രൂപ ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സാദിഖിൽ നിന്നും ഇവർ തട്ടിയെടുത്തു, അരുൺ തട്ടിയെടുത്തു. ഇത് തിരികെ പിടിക്കാനായി അരുണിനെ തൃശ്ശൂരിലേക്ക് വിളിച്ചു വരുത്തി കണ്ണൂർ സംഘം. കണ്ണൂരിൽ നിന്നും സാദിഖ് ഉൾപ്പെടെയുള്ള 4 പേർ ഇവിടേക്ക് എത്തിയിരുന്നു എന്നാണ് അറിയുന്നത്. അതിൽ ഈ കണ്ണൂർ സംഘത്തെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതിയെ സാദിഖ് അടക്കമുള്ളവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇവിടെ എത്തിയ ശേഷം ഈ കയ്പമംഗലം സ്വദേശിയായിട്ടുള്ള തക്കുടു എന്ന് വിളിക്കുന്ന ഗുണ്ടാ നേതാവിനെ ഇവർ കൊട്ടേഷൻ നൽകി എന്നാണ് അറിയുന്നത്. ഈ ഗുണ്ടാ നേതാവും സംഘവും ചേർന്ന് പാലിയേക്കരയിൽ നിന്നും ഈ ശശാങ്കൻ, അതായത് അരുണിന്റെ സുഹൃത്തായ ശശാങ്കനെയും അരുണിനെയും തട്ടിക്കൊണ്ടുപോയി വട്ടനാത്രയിലെ എസ്റ്റേറ്റിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു. ഈ മർദ്ദനത്തിനിടയിൽ അരുണിന്റെ മരണം സംഭവിച്ചതോടെയാണ് പ്രതികൾ കയ്പമംഗലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അപകടം സംഭവിച്ചാണെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റിവിട്ടത്. ഇതിനിടയിൽ രക്ഷപ്പെട്ട ശശാങ്കനിൽ നിന്നുമാണ് ഈ പോലീസിന് ഈ ഞെട്ടിക്കുന്ന വിവരവും അതും കൊലപാതകത്തിനെയും തട്ടിപ്പിന്റെയും ഒക്കെ തന്നെ വിവരങ്ങൾ ലഭ്യമായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 9 പേരാണ് നിലവിൽ കേസിൽ പിടിയിലായിരിക്കുന്നത്. ഈ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടവരടക്കം 9 പേർ പിടിയിലായിട്ടുണ്ട്. ഇനിയും ഈ കൊട്ടേഷൻ നേതാവായിട്ടുള്ള തക്കുടു അടക്കം മറ്റുള്ള പ്രതികൾ ഇനിയും പിടിയിലാവാനുണ്ട്. ശരി, അഖിലാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.